നമസ്കാരം. ഗാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സുനീഷ് ജോഹാൻ. നമ്മൾ ഗാദി സ്റ്റുഡിയോസ് എന്ന ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നത് കൂടുതലും യാത്രകളായിരുന്നു. അതോടൊപ്പം തന്നെ മ്യൂസിക് ആൽബങ്ങൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് ചിന്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കണം എന്നുള്ളത്. അതിനുള്ളൊരു അവസരം കൂടെ നമ്മുടെ ഈ ചാനലിലൂടെ സാധിക്കുന്നു എന്നതിൽ വളരെ സന്തുഷ്ടനാണ്. ജീവിതത്തിൽ സക്സസ് ആയ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയും. അവരിൽ നിന്നും വളരെ വിലയേറിയ നല്ല ആശയങ്ങൾ നമുക്ക് ദിനംതോറും സോഷ്യൽ മീഡിയയിലൂടെയും പുസ്തകങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ധാരാളം അറിവുകൾ എൻ്റെ അടുക്കലും സാധാരണ പോലെ എല്ലാവരിലും എത്തുന്നത് പോലെ എൻ്റെ അടുക്കലും വന്നു ചേർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള അറിവിനെ കവിഞ്ഞ് വ്യത്യസ്തതകളൊന്നും ഇല്ല. സാധാരണ നമുക്കെല്ലാം അനുഭവങ്ങളുള്ളതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ ബന്ധത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചില സന്ദേശങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ ചില പാഠങ്ങൾ, അത് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉപദേശകനായിട്ടല്ല ഇരിക്കുന്നത്. അത് പറയാൻ നമുക്ക് ഒന്നുമില്ല. സക്സസ് ആയ ഒരാളുടെ കയ്യിൽ നിന്നും വരുന്ന വാക്കുകളല്ല. പല കാര്യങ്ങളിലും സക്സസ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടും സക്സസ് ആകാൻ കഴിയാത്ത അവസ്ഥകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരിൽ ഒരാളായിട്ടാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്. സക്സസ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു എന്ന് സാരം. ആ പരാജയപ്പെട്ട ഇടങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പരാജയപ്പെട്ട ഇടങ്ങളിൽ എവിടെയാണോ വീണത്, ആ വീഴ്ചയുടെ കാരണമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിജയത്തേക്കാൾ പരാജയത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ വലുതാണെന്നും അതിന് വിലയുണ്ടെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കണം എന്നാഗ്രഹിച്ചത്. പരാജയങ്ങളിൽ നിന്നും പഠിക്കുക മാത്രമേ ചെയ്തുള്ളൂ, തിരുത്താൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴേക്കും പലതിൻ്റെയും അവസരങ്ങളും സാധ്യതകളൊക്കെ നമ്മളെ വിട്ടകന്നു കഴിഞ്ഞു. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രയോജനം വരും എന്നുള്ളത് ഒരു വലിയ ചിന്തയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ റോഡുകളിലൊക്കെ പലയിടങ്ങളിലായിട്ട് അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബോർഡുകൾ പലതും വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇത്ര ആളുകൾ ഇവിടെ അപായപ്പെട്ടു എന്നും അടുത്തത് താങ്കളാകരുതും എന്നൊക്കെയുള്ള അടിക്കുറിപ്പോടുകൂടി എഴുതിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ആ നിർദ്ദേശങ്ങൾ പിന്നാലെ വരുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻകരുതലിനും സ്വയം സംരക്ഷിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ശ്രദ്ധാലുവാകുന്നതിനുമൊക്കെ അവസരങ്ങൾ അവിടെ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ വീഴ്ചകളിലൂടെ ഞാനും നിങ്ങളും ഒക്കെ പഠിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട്, ആ പഠനം കൊണ്ട് ഒരു പക്ഷെ നമുക്ക് നമ്മളെ തിരുത്താൻ കഴിഞ്ഞൊന്നും വരത്തില്ല. എങ്കിലും ആ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ പിന്നാലെ വരുന്ന ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്രദമായി തീരുമെന്നതിനകത്ത് മറ്റൊരു തർക്കമില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലും വന്ന ഒരുപാട് പരാജയങ്ങളിൽ ഓരോ പരാജയങ്ങളുടെയും കാര്യകാരണങ്ങൾ അത് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പങ്കുവെക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം പ്രയാസം തോന്നിയിട്ടുള്ള എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗം അതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഏറ്റവും അധികം തിരുത്താൻ ആഗ്രഹിച്ചിട്ടും തിരുത്താൻ കഴിയാതെ പോയ, ഒരുപാട് പരിശ്രമിച്ച, ഇത് തിരുത്തപ്പെടേണ്ടതാണെന്ന് അറിയാൻ വൈകിപ്പോയ ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നത് ഏറ്റവും വലിയ പരാജയമാണ്. ആ പരാജയ നിമിത്തം ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയ ഒരാളാണ് ഞാൻ. അതിൻ പ്രകാരമാണ് ഇന്ന് ഈ ആശയം പങ്കുവെക്കുന്നത്. ഒരു ജോലി ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരാൾക്കൊരു സേവനം ചെയ്തു കൊടുത്താൽ അതിനെന്ത് മൂല്യമുണ്ട്, എന്ത് വിലയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് നമ്മളെ ആദരിക്കാൻ, നമ്മളെ ബഹുമാനിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മുടെ കഴിവുകളുടെ വാല്യൂ പ്രസൻറ്റ് ചെയ്യാൻ, അത് എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒന്നും കഴിയാതെ വരും. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ പരാജയം. ഒരുപാട് പരാജയങ്ങളിൽ ഒന്ന് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതായത് ഒരു ജോലി ചെയ്താൽ അതിൻ്റെ കൂലി ചോദിച്ചു വാങ്ങിക്കാൻ അറിയത്തില്ല. അത് പലപ്പോഴും ഒരുപാട് പേരുടെ പ്രശ്നമാണ്. അത് എനിക്ക് പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്, ഞാൻ എവിടെയാണോ എൻ്റെ കഴിവ് അല്ലെ എൻ്റെ സേവനം കൊടുത്തിട്ടുള്ളത്, ആ ഇടം ഞാൻ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്.
ചിലപ്പം സുഹൃത്തായതുകൊണ്ട്, അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആത്മീകപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ചെയ്ത സേവനമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായ ജോലിക്ക് ഉചിതമായിട്ടുള്ള കൂലി ചോദിക്കാമോ എന്നൊരു ചോദ്യം അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൂലി ചോദിക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോരുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഞാൻ പ്രവർത്തിച്ചതും അങ്ങനെയുള്ള ഇടങ്ങളിലാണ്. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രവർത്തനങ്ങളിൽ കൂടുതലും നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പ്രവർത്തിച്ചത് കൂടുതലും സേവന മേഖലകളാണ്. സേവനമാണല്ലോ എന്ന് കണ്ട് കൂലി വാങ്ങിക്കാതെ അവിടുന്ന് പോന്നാൽ ചെയ്തത് മുഴുവൻ സേവനവും കിട്ടിയതെല്ലാം പരാജയങ്ങളും നഷ്ടങ്ങളും മാത്രമാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ വ്യക്തിത്വത്തെ വളരെയധികം ബാധിക്കും, ജീവിതത്തെ ബാധിക്കും. നമുക്ക് സക്സസ് ആകാൻ ഒക്കാതെ വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, അത് സ്നേഹബന്ധത്തിൻ്റെ പുറത്താണെങ്കിലും ആധ്യാത്മിക മേഖലയിലാണെങ്കിലും മതപരമായ കാര്യങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും ഉപദേശമാണെങ്കിലും സഹായമാണെങ്കിലും അതിനൊക്കെ വിലയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ ഒരു മ്യൂസിഷ്യനാണ്, കീബോർഡ് ആർട്ടിസ്റ്റായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കീബോർഡ് വായിക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടമാണ് പൈസ ചോദിക്കാൻ പറ്റാതെ വരുന്നത്. ഞാൻ കൂടുതലും അന്ന് പ്രവർത്തിച്ചു വന്നത് ഡിവോഷണൽ മേഖലകളിലാണ്. അപ്പോൾ ഡിവോഷണൽ മേഖലകളിൽ ഓരോ പ്രോഗ്രാമിന് ഞാൻ കീബോർഡ് വായിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അന്ന് എനിക്ക് വാഹനം ഉണ്ടായിരുന്നില്ല. മിക്കവാറും ബസ്സിലും ഓട്ടോ പിടിച്ചും ഒക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ ചെന്നെത്തി പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ആദ്യ സമയത്ത് എനിക്ക് കീബോർഡ് പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. റെൻറ്റിന് കീബോർഡൊക്കെ എടുത്ത് പോയ ഒരു സമയമുണ്ട്. അങ്ങനെ അധിക ദൂരം സഞ്ചരിച്ച് ഒരുപാട് സമയം കളഞ്ഞ് ഒരുപാട് വണ്ടിക്കൂലി മുടക്കി ആരോഗ്യം നഷ്ടപ്പെടുത്തി ഇതെല്ലാം ചുമന്ന് ഒരുപാട് ബുദ്ധിമുട്ടി ഒക്കെ അവിടെ ചെന്ന് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരോട് പണം ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരും. ഇത് ആത്മീയമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഒന്നും പറയത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നങ്ങ് വെക്കും. അപ്പോൾ അവരെന്തെങ്കിലും തരും, അത് വാങ്ങിക്കൊണ്ട് പോരുക എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്നും വരും. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ യാത്രകളും എൻ്റെ അധ്വാനവും ഞാൻ കഷ്ടപ്പെട്ടതും എൻ്റെ പരിശീലനവും ഒക്കെ ചില നിമിഷങ്ങൾ കൊണ്ട് അത് വളരെ വെറുതെയായി എന്നൊരു തോന്നലുണ്ട്. അത് 100-ൽ 1 മിക്കവാറും ഉള്ള എല്ലാ പ്രോഗ്രാമുകളും ഡിവോഷണലും അത് ഇതുപോലെ തന്നെയുള്ള അവസാനങ്ങളുമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന സാധ്യത വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖല ഏതാണോ ആ മേഖലയിൽ നമ്മൾ ഔദാര്യമായി ചെയ്യാനായിട്ട് വിധേയപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കും, വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ വളരെ വിലയുള്ളവരായിട്ട് കണ്ടാൽ പോലും നമുക്ക് നമ്മളോട് ആ റെസ്പെക്റ്റ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ആ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ കഴിയാതെ പോകുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു പ്രോഗ്രാം നടത്തി അവരോട് പറയാം ഇഷ്ടമുള്ള തന്നേക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻ്റെ കഴിവിനും എൻ്റെ പ്രാപ്തിക്കും വിലയിടുന്നത് ഞാനല്ല, അവരാണ്. അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുക. എനിക്ക് എന്ത് തരാൻ ഒക്കും, എൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുക, അതിനൊത്ത് തരിക എന്നാണ് പറയുന്നത്. അതേസമയം അവരെനിക്ക് ഒരു എമൗണ്ട് തരും. ആ തരുന്ന എമൗണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്വാളിറ്റിയോ എൻ്റെ പ്രാപ്തിയോ കണ്ടിട്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഡ്ജറ്റ്, അവരുടെ ലാഭം, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ കണക്കുകൂട്ടലുകൾ, ഇതിനെല്ലാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു എമൗണ്ടാണ് തരുന്നത്. അതുകൊണ്ട് അത് അവരുടെ കണക്കുകൂട്ടലിൽ മാത്രമാണ് എൻ്റെ ഞാൻ ചെയ്ത സേവനത്തിനുള്ള മൂല്യമായിട്ടത് വരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള മൂല്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ പരിശ്രമങ്ങളുടെ, നമ്മുടെ പരിശീലനങ്ങളുടെ, ട്രെയിനിങ്ങിൻ്റെ കപ്പാസിറ്റി, അതിനെന്ത് മൂല്യം നമ്മൾ നിശ്ചയിക്കുന്നു ആ മൂല്യം എല്ലായിടത്തും പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാര്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമ്മുടെ വ്യക്തിത്വത്തെ സ്നേഹിക്കണം, നമ്മൾ നമ്മളെ ബഹുമാനിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മളെ വിറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ ആധ്യാത്മിക പ്രവർത്തനങ്ങളെയോ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ വളർത്തി വലുതാക്കാൻ വേണ്ടി പരിശ്രമിക്കും തോറും നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നമ്മളൊന്ന് വ്യക്തിത്വം അവസാനിക്കുന്നിടത്ത് സമൂഹത്തിൻ്റെ ഒരു അംഗം, ഒരവയവം നഷ്ടപ്പെടുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില സ്വാർത്ഥ താല്പര്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരവും, എന്നാൽ ഇതിനു വേണ്ടിയിട്ട് ബലിയാടാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ഞെരുക്കവും പ്രയാസവും അനുഭവിച്ച് അവരുടെ ജീവിതം പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഏത് ജോലി ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും പണം അത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. അതിൻ്റെ വില അതിന് കിട്ടണം എന്നുള്ള ബോധ്യത്തോടുകൂടി അഭിമാനത്തോടെ നമുക്ക് വാങ്ങാം, ചോദിക്കാം. അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉപദേശവും നിർദ്ദേശവും ഇതാണ്. ആത്മീയതയുടെ പേരിൽ പണം വേണ്ട എന്ന് പറയാൻ അവരെ പഠിപ്പിക്കരുത്. സ്നേഹബന്ധത്തിൻ്റെ പേരിൽ, സൗഹൃദങ്ങളുടെ പേരിൽ, ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനങ്ങളുടെ പേരിൽ ഒരു കാരണവശാലും പണത്തോട് നോ പറയേണ്ട ഒരു സ്ഥിതിവിശേഷം അവർ വളർത്തി വലുതാക്കാൻ അവരിലൊരു ഉപദേശം നമ്മൾ ഇട്ടുകൊടുക്കരുത്. പരമാവധി തിരുത്തുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികൾക്ക് ചെറിയ വേതനം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ അതൊരു നല്ല ശീലം അവർ വളർത്തിയെടുക്കും. ആ വേതനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുക എന്നുള്ളതിനേക്കാൾ കവിഞ്ഞും ജോലി ചെയ്യുന്നതിൻ്റെ വേതനം കൈപ്പറ്റാനും മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ചോദിച്ച് വേതനം വാങ്ങിക്കാനും ഒക്കെ അവർ പഠിക്കും എന്നുള്ളതൊരു പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ ഒരുപാട് പണത്തോടുള്ള ആർത്തി കുഞ്ഞുങ്ങളിൽ വർദ്ധിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷെ പണത്തെ സ്നേഹിക്കാതെ പണം നമ്മുടെ അടുക്കൽ എത്തത്തില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ തലമുറകളിലേക്ക് ഇത് പങ്കുവെക്കാം. ആരും അപകർഷതാബോധം കൊണ്ട് ജീവിതത്തിൽ ലഭ്യമാകേണ്ട സാധ്യതകളും ലാഭങ്ങളും നന്മകളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ടു പോകാൻ ഇടവരാതിരിക്കാൻ ഈ വാക്കുകൾ ഇടവരുത്തട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.